അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ദുഃഖ ദുരിതങ്ങൾ അകലാനും ആഹാരത്തിന്റെ കവാടങ്ങൾ മലർക്കെ തുറന്നു കിട്ടാനും കൂടുതൽ സ്നേഹം ലഭിക്കാനും അനുസരണയും ലഭിക്കാനും മഹാനായ സയ്യിദന അലി റളിയല്ലാഹു അൻഹു രചിച്ച ജൽജലൂത്ത് ബൈത്തിലെ ഒരു ബൈത്താണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ആ ബൈത്ത് ഇങ്ങനെയാണ്: فكن يا إلهي كاشف الضر والبلاء بحي جلا همي بهل خلت. എന്റെ നാഥ, എന്നിൽ നിന്ന് എല്ലാ ദുരിതങ്ങളും പരീക്ഷണങ്ങളും നീ ദൂരീകരിക്കണമേ, എന്റെ ദുഃഖങ്ങൾ നീക്കണമേ. നിന്റെ ഹല്ലിൻ ഹയ്യിൻ ഹൽ ഹലത് എന്നീ ഇസ്മുകളുടെ ഹക്ക് കൊണ്ട് പ്രാർത്ഥന സ്വീകരിക്കണമേ. വലിയ മഹത്വമുള്ള ഈ ബൈത്തിലെ വരിയാണത്. വലിയ മഹത്വമുള്ള വരിയാണ്. ഈ ബൈത്തിലെ 3 പദങ്ങള് അറബി ഭാഷകളല്ല, സുറിയാനി ഭാഷയാണ്. ഹയ്യൻ മതിയാവോളം നൽകുന്നവൻ, ഹല്ല ധാരാളം സ്നേഹിക്കുന്നവൻ, ഹൽ ഹലത് വിശാലത നൽകുന്നവൻ. ദുഃഖ ദുരിതങ്ങൾ അകലാൻ വേണ്ടി ഒരു മനുഷ്യൻ 10 തവണ ഈ ബൈത്തിനെ നല്ല നിലയിൽ നിയ്യത്ത് ചെയ്ത് ചൊല്ലിക്കഴിഞ്ഞാൽ അള്ളാഹു അയാളുടെ എല്ലാ ദുഃഖ ദുരിതങ്ങളും അകറ്റും. ശത്രുക്കളുടെ വഞ്ചനകളിൽ നിന്നും ഉപദ്രവങ്ങളിൽ നിന്നുമെല്ലാം രക്ഷപ്പെടുകയും ചെയ്യും. പ്രതീക്ഷിക്കാത്ത മാർഗത്തിലൂടെ ഐശ്വര്യം അയാളിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും. ആഹാരത്തിന്റെ കവാടങ്ങൾ തുറന്നു കിട്ടാൻ, ദാരിദ്ര്യം ഇല്ലാതിരിക്കാൻ ഒരാൾ എല്ലാ നിസ്കാര ശേഷവും 25 തവണ ഹയ്യൻ 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 എന്ന് ചൊല്ലുകയാണെങ്കിൽ ആഹാരത്തിന്റെ കവാടങ്ങൾ അയാൾക്ക് മുമ്പിൽ അള്ളാഹു തുറന്നു കൊടുക്കും. എല്ലാ വിഷയങ്ങളിലും അയാൾ സ്വയം പര്യാപ്തനാവും. ബുദ്ധിയും വിദ്യയും അധികരിക്കും. ജ്ഞാനത്തിൽ അയാൾ നൈപുണ്യം സിദ്ധിച്ചവനാകും. സൂക്ഷ്മജ്ഞാനിയായി തീരുകയും ചെയ്യും. കൂടുതൽ സ്നേഹം ലഭിക്കാനും അനുസരണയും ലഭിക്കാനും ഒരാള് മഗ്‌രിബ് നിസ്കാരാനന്തരം ഹല്ലിൻ എന്ന ഇസ്മിനെ ഹല്ലിൻ 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 എന്ന ഇസ്മിനെ 400 തവണ ഉരുവിടുക, ചൊല്ലുക. എന്നിട്ട് ഉദ്ദേശിച്ച വ്യക്തിയുടെ മുഖം മനസ്സിൽ കണ്ട് അയാളെ തന്നിലേക്ക് ബലമായി പിടിച്ചടിപ്പിക്കുന്നതായി വിഭാവനം ചെയ്യുക, അതായത് കരുതുക. അയാളുടെ മുഹബ്ബത്തിനെ ഉദ്ദേശിച്ചുകൊണ്ട് അങ്ങനെ പ്രവർത്തിച്ചാൽ ഉടനെ തന്നെ ഫലം ചെയ്യും. അള്ളാഹുവിനെ സൂക്ഷിക്കുക. ഹറാമായ ഒരു കാര്യത്തിനും ചെയ്യാതിരിക്കുക. അയാൾ ഇയാളെ അതിശക്തമായി സ്നേഹിക്കും, അനുസരിക്കുകയും ചെയ്യും. അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ലത് മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഹൃദയം ജ്ഞാന തേജസ്സായി നിറയാനും മുഖപ്രസന്നത ലഭിക്കാനും അള്ളാഹുവിന്റെ മഹത്തായ തീരുമാനമാണ് ഹൽ ഹലത്. ആരെങ്കിലും സുബഹി നിസ്കാര ശേഷം ഇത് 72 തവണ ചൊല്ലിയാൽ, അത് ചൊല്ലുന്നത് പതിവാക്കിയാൽ അയാൾ എപ്പോഴും മുഖപ്രസന്നതയും സന്തുഷ്ടനുമായി തീരും. എപ്പോഴും അദ്ദേഹത്തിന്റെ മുഖത്ത് നല്ല തെളിച്ചവും, കാണുമ്പോൾ തന്നെ മറ്റുള്ളവർക്ക് ഒരു റാഹത്തായി തോന്നുകയും ചെയ്യും. കാണുന്നവരൊക്കെ അയാളെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യും. ആഹാരത്തിന്റെ കവാടങ്ങളെല്ലാം അയാൾക്ക് മുമ്പിൽ അള്ളാഹു തുറന്നു കൊടുക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ ഖൈറ് നമുക്കും നമ്മുടെ കുടുംബത്തിനും അള്ളാഹു നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.